ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞ് ഡിജിറ്റൽ VC സജി ഗോപിനാഥ്. നിയമനാധികാരിയുടെ അനുമതി വാങ്ങാതെ ചുമതല ഏറ്റെടുത്തതിൽ ഗവർണർ വിശദീകരണം തേടിയതിനെ തുടർന്നാണ് തീരുമാനം. ലോക് ഭവനിൽ നേരിട്ട് ഹാജരായാണ് VC വിശദീകരണം നൽകിയത്. ഗോപാൽ ശീലാസനലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോപാൽ ശീലാസനൽ, ഇപ്പോൾ ഗവർണർ വിശദീകരണം നേടിയതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ലോക് ഭവനിൽ നേരിട്ട് ഹാജരായിട്ടാണോ വിശദീകരണം നൽകിയത്? അതെ ഡോക്ടർ അരുൺകുമാർ, ഇന്നാണ് ലോക് ഭവനിൽ നേരിട്ട് ഹാജരായി ഡിജിറ്റൽ VC കൂടിയായിട്ടുള്ള സജി ഗോപിനാഥ് എന്തുകൊണ്ടാണ് ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത് എന്ന കാര്യത്തിൽ വിശദീകരണം നൽകിയത്. ഇതിൽ വിശദീകരണം ആവശ്യപ്പെടാനുള്ള കാരണം ഗവർണറുടെ നിയമനത്തിൽ, അതായത് വൈസ് ചാൻസലറുടെ നിയമനം നടത്തുന്നത് ചാൻസലർ കൂടിയായ ഗവർണറാണ്. ആ ഗവർണറുടെ അനുമതി തേടാതെ സ്വന്തം നിലയ്ക്ക് മുഖ്യമന്ത്രിയുടെ മാത്രം നിർദ്ദേശപ്രകാരം ഈ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത് നിയമവിരുദ്ധമാണ് എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ വിശദീകരണം ആവശ്യപ്പെട്ടത്. ആ വിശദീകരണം നൽകിയതിന് തൊട്ടു പിന്നാലെ തന്നെ താൻ ഈ ചുമതല ഒഴിയുകയാണ് എന്ന് രേഖാമൂലം ഔദ്യോഗികമായി ഈ ചുമതല കൈമാറിയ മുഖ്യമന്ത്രിക്ക് തന്നെ ഇപ്പോൾ സജി ഗോപിനാഥ് കത്ത് നൽകിയിരിക്കുകയാണ്. ഇനി ഈ ചുമതലയിൽ തുടരാൻ താല്പര്യമില്ല എന്നും ഒഴിവാക്കി നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ആ കത്ത് നൽകിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങൾ, അതായത് ഇതിനു മുമ്പ് സിസ തോമസിന് ഇത്തരത്തിൽ KTUവിന്റെ വൈസ് ചാൻസലർ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ തിരിച്ചടി നേരിടേണ്ടി വന്നിരുന്നു. അത്തരത്തിലൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന നിയമോപദേശത്തിന്റെയും അതുപോലെ തന്നെ വിലയിരുത്തലിന്റെയും അടിസ്ഥാനത്തിലാണ് അതിന് മുന്നേ കൂട്ടി തന്നെ സജി ഗോപിനാഥ് ഈ സ്ഥാനം ഒഴിയുന്നത്. താങ്ക് യു. ഗോപാൽ ശീലാസനലാണ് വിവരങ്ങൾ നൽകിയത്.